വേക്ക് അപ്പ്, ദിസ് ഈസ് ഇറ്റ്. ഇതാണ് നിങ്ങളുടെ മൊമെൻറ്റ്. അടുത്ത ആഴ്ചയല്ല, അടുത്ത വർഷമല്ല, റൈറ്റ് നൗ. ഇപ്പം നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും, പശ്ചാത്തപിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പെയിൻ ആയിരിക്കും ഈ റിഗ്രറ്റിൻ്റെ പെയിൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം സ്വയം പറഞ്ഞിട്ടുണ്ട് നാളെ പഠിക്കുക, നാളെ തൊട്ട് തുടങ്ങാം. എത്രയോ ദിവസങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട്, ഒന്നും ചെയ്യാണ്ട്. ആൻഡ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം പഠിക്കാനുണ്ട്, കുറേ ഉണ്ട് പഠിക്കാൻ, പക്ഷെ നിങ്ങൾ പഠിക്കുന്നില്ല. എക്സാമായി നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് യു ഡോണ്ട്. ഇനി സമയമല്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് റഷ്, യുവർ ഫൈനൽ ചാൻസ്. ഇത് നിങ്ങൾ വേസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങളെ മാത്രമേ ഞാൻ കുറ്റം പറയുള്ളൂ. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ പാരൻസിൻ്റെ അല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ല. ഓൺലി യു. നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് നിങ്ങളുടെ ബാറ്റിലാണ്. നിങ്ങളതെങ്ങനെ ഫൈറ്റിങ്? എനിക്കറിയാം, ഇറ്റ്സ് ഹാർഡ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ സിലബസാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഭയങ്കര ഓവർവെൽംഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ വന്നേ തീരൂ. തോൽവി നിങ്ങൾക്കൊരു ഓപ്ഷൻ അല്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് മറ്റൊരാൾക്ക് കിട്ടുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നത് നിങ്ങൾക്കൊരു ഓപ്ഷൻ അല്ല. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവന് ലൈഫിലൊന്നും കിട്ടാൻ പോകുന്നില്ല. വർക്ക് ചെയ്യുന്നവനെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇപ്പം നിങ്ങൾ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് എന്നിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ഈസി ആയിട്ടാണ് അത് അച്ചീവ് ചെയ്തത് എന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടോപ്പേഴ്സ് ടയേർഡ് ആവാറില്ല, അവർ ഡിസ്ട്രാക്റ്റഡ് ആവാറില്ല, അവർക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നാറില്ല എന്നൊക്കെ? അവർക്കും അതൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അവരതൊക്കെ, ആ ഫീലിങ്സ് ഒക്കെ ഓവർകം ചെയ്ത് വന്നവരാണ്. ഹാർഡായിട്ടുള്ള മൊമെൻറ്റ്സ് വന്നാലും അവരതൊക്കെ പുഷ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. വിന്നേഴ്സ് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ല. ദേ ക്രിയേറ്റ് ഇറ്റ്. ആൻഡ് അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കിനി വേസ്റ്റ് ചെയ്യാൻ സമയമല്ല. ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വായിക്കുന്ന ഓരോ പേജും, നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഓരോ കൺസെപ്റ്റും നിങ്ങളെ സക്സസ്സിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങളെ ഫെയിലിയറിലേക്കാണ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബാറ്റിൽ ഫെയിൽ ആവരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയാണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എക്സാംസ്. ദിസ് ഇസ് അബൌട്ട് പ്രൂവിങ് ടു യുവർ സെൽഫ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഈ എക്സാംസ്. ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റ്, ഒരു വിന്നറിൻ്റെ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൈമാണിത്. യു ആർ എ വിന്നർ. ഇത് നിങ്ങൾ ഓവർകം ചെയ്താൽ പിന്നെ എന്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റാർട്ട് ഡൂയിങ്. ഇനി പറയരുത് ഞാൻ പിന്നെ പഠിക്കാമെന്ന്. ഇനി പറയരുത് എനിക്കിപ്പോൾ പഠിക്കാൻ തോന്നുന്നില്ല എന്ന്. ഇനി പറയാൻ നിൽക്കരുത് ഞാൻ നാളെ തൊട്ട് പഠിക്കാമെന്ന്. ദ ടൈം ഈസ് നൗ. ഇപ്പോഴാണ് പഠിക്കേണ്ടത്. ഗെറ്റ് അപ്പ്, ഓപ്പൺ യുവർ ബുക്സ് ആൻഡ് സ്റ്റഡി. ഫൈറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, ഫൈറ്റ് ഫോർ യുവർ ഡ്രീംസ്. ജസ്റ്റ് ഗോ.